തണ്ണിമത്തൻ പഴുത്താന്നറിയുക സൂത്രപ്പണി പറയാം കേട്ടോ. അതിൻ്റെ സ്റ്റെമ്മും കുറച്ച് ബ്രൗൺ ആയിരിക്കും, പിന്നെ ഡാർക്ക് റിൻഡ് ആയിരിക്കും. റിൻഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആ മെയിൽ കാണുന്നില്ല, കുറച്ച് വൈറ്റ് കളറായിട്ട് കാണുന്നത്, അത് കുറച്ച് ഡാർക്കർ ആയിരിക്കും. അല്ലാത്തത് ഷൈനിങ് പോലെ ആയിരിക്കും. ഇപ്പോൾ ടാൻ ഫീൽഡ് ഉണ്ടാവും, ഒരു ഗോൾഡൻ കളർ ചെറിയ സ്പോട്ട് പോലെ ഉണ്ടാവും. പിന്നെ ഫീമെയിൽ ആണെങ്കിൽ റൗണ്ട് ഫേം ആയിരിക്കും, അതായത് നല്ല റൗണ്ടിലിരിക്കുക ഫീമെയിൽ തണ്ണിമത്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾക്ക് നല്ല പഴുത്തതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് എളുപ്പം തണ്ണിമത്തൻ വെട്ടാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നോക്കിക്കേ, ഇത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്നൊരു ഒരു പീസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഐഡിയ കൊള്ളാമല്ലോ അല്ലേ? ഡാനിപ്പ ഓടി. ശരിക്കും ഞാനിത് എന്താ പറയുക, വെട്ടിയിട്ട് വീഡിയോ എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ആ പീസ് കണ്ടിട്ട് എനിക്ക് ഒരു കടിയെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതിലുണ്ട് കേട്ടോ. വാട്ടർമെലൺ കഴിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും വയറ്റിലല്ലേ, അപ്പം എം ടി സ്റ്റൊമക്കിൽ ഒരു ബൗൾ ഫുള്ളായിട്ട് വാട്ടർമെലൺ കഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ എടുക്കാം, ഒരു ഹാഫ് ആൻ അവർ മുമ്പേ എടുക്കുക. അത് അബ്സോർപ്ഷന് നന്നായിരിക്കും. അതുപോലെ തന്നെ വാട്ടർമെലൺ എടുക്കുമ്പോഴത്തേനും ഹെവി മീൽ കഴിഞ്ഞ ശേഷം വാട്ടർമെലൺ എടുക്കാതിരിക്കുക. അടുത്ത കാര്യം, നമ്മൾ പലപ്പോഴും വാട്ടർമെലൺ എന്ത് ചെയ്യും, ജ്യൂസ് അടിച്ച് കുടിക്കാറ് പതിവാണ്. പക്ഷേ ജ്യൂസ് അടിക്കുന്നതിനുള്ള എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ വാട്ടർമെലൺ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും നമ്മൾ ജ്യൂസ് അടിക്കുമ്പോഴത്തേനും അതിൽ അരിച്ച് കളയാതിരിക്കാൻ വന്നത്, കാരണം ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ അരിച്ച് കളയുമ്പോഴത്തേന് അത് നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗറും അല്ലെങ്കിൽ സോൾട്ടോ ചേർക്കാതിരിക്കുക. വെറുതെ വാട്ടർമെലൺ ഓൾറെഡി ഒരു ഷുഗർ കണ്ടന്റ് ഉണ്ട്, അപ്പം വെറുതെ അങ്ങനെ കഴിക്കുന്നതായിരിക്കും അതിൽ കൂടുതൽ നമുക്ക് ഉപയോഗപ്രദമായിട്ട് വരും. വലിയൊരു മീലൊക്കെ കഴിഞ്ഞിട്ട് വാട്ടർമെലൺ കഴിക്കുമ്പോൾ തന്നെ ചിലവർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ ഒരു ബ്ലോട്ടഡ് ഫീലിംഗ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വാട്ടർമെലൺ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇത് ഫ്രിഡ്ജിലൊക്കെ 1, 2, 3 ദിവസമൊക്കെ വെച്ചിട്ട് എടുക്കാണ്ട് ഫ്രഷ് ആയിട്ട്, കഴിവതും ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പം അങ്ങനെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചൊരു അതിൻ്റെ പോഷകമില്ലേ, അതൊക്കെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം കട്ട് ചെയ്യുന്ന വാട്ടർമെലൺ അന്ന് തന്നെ എല്ലാവരും കൂടി ചേർന്ന് പട്ടപ്പട്ടേന്ന് അങ്ങോട്ട് തീർക്കുക. രാത്രി വളരെ വൈകി, ഇതേ കാരണത്താൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലോട്ടഡ് ഫീലിംഗ് ഒക്കെ വരുമ്പോൾ രാത്രി വളരെ വൈകി വാട്ടർമെലൺ എടുക്കാതിരിക്കുക. കാരണം ഡൈജഷൻ നമുക്ക് കുറച്ചൊരു പ്രോബ്ലം ഉണ്ടാക്കാം, കുറച്ച് സ്ലോ ആക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടർമെലൺ എടുക്കുമ്പോഴത്തേന് ഡയബറ്റിക് പേഷ്യൻസ് ആൻഡ് കിഡ്നി പേഷ്യൻസ് ഇവർ രണ്ടുപേരും കൺട്രോൾ പോർഷൻ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുന്നത് എന്തുകൊണ്ട് വാട്ടർമെലൺ എന്ന പേര് വന്നത്. 92% വാട്ടർ കണ്ടന്റ് ആണ് നമ്മുടെ വാട്ടർമെലണിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് വാട്ടർ എന്നുള്ള പേരുണ്ട്. പിന്നെ മെലൻ ഗ്രൂപ്പിലുള്ള ആ ഫാമിലിയിൽപ്പെട്ട ഫലമായതുകൊണ്ടാണ് അതിന് വാട്ടർമെലൺ എന്ന് പേര് വന്നത്. നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, തണ്ണിമത്തൻ പല പല പേരുകളുണ്ടല്ലേ. ഇതെൻ്റെ നീതിക്കുട്ട സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കഥകൾ പറയാണ്. +2 ആൾ. അപ്പോൾ ഈ ഭാഗത്തിനാണ് നമ്മൾ റിൻഡ് എന്ന് പറയുന്നത്. ഈ ഭാഗം മിക്കവാറും നമ്മൾ കളയുക ചെയ്യുക. പക്ഷേ ഇത് സിട്രലിന് ഏറ്റവും കൂടിയ, ഈ സിട്രലിന് എന്തൊക്കെയാണെന്നുള്ള ഞാൻ പിന്നെ വിശദീകരിക്കാം കേട്ടോ. അതിൽ ഹാർട്ടിന് നല്ല ഭാഗമാണ്, ഹാർട്ടിന് ഉപയോഗപ്രദമാണ്, ഡൈജഷന് നല്ല സാധനമാണ് ഇത്. ലോ ഇൻ കാലറീസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രേഷൻ ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ ഇത് കൂട്ടാ. നിനക്കുള്ള സാധനം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ, എടുത്ത് കഴിക്കാൻ പെട്ടെന്ന്. അപ്പോൾ ഇത്രയും ഇതാണ് നമ്മൾ പറഞ്ഞ റിൻഡിൻ്റെ ഉപയോഗങ്ങൾ. ഇത് റിൻഡ് പിക്കിളായിട്ട് ഉപയോഗിക്കാറുണ്ട്, ചിലർ പിക്കിൾ ഇടാറുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾ പോലെ നമുക്ക് ഉപയോഗിക്കാം. നമുക്കെന്താ, കൊത്തിയരിഞ്ഞ് തോരനെടുക്കാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാം. പിന്നെ എന്താ ഉപയോഗിക്കുന്നത് ഇതുപോലെ പിക്കിളല്ലാതെ ഈ ഭാഗം. പിന്നെ നമുക്ക് വാട്ടർമെലൺ, നമുക്ക് ജ്യൂസ് ഇല്ല, അതായത് നമ്മുടെ എന്താ പറയുക, നാരങ്ങ ജ്യൂസൊക്കെ ഇല്ല, അതിൻ്റെ കൂടെ ചെറിയ കഷ്ണങ്ങളിട്ട് ബ്ലെൻഡ് ചെയ്ത് മിൻറ്റ് ലീവ്സും ഇട്ട് അടിപൊളി നാരങ്ങ വെള്ളമായിരിക്കും. പിന്നെ നമുക്ക് സ്മൂത്തിയൊക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ കുറേയല്ല, കുറച്ച് ചെറിയൊരു ഭാഗം നമുക്കിട്ട് സ്മൂത്തിയൊക്കെ അടിക്കാനും പറ്റും. ഓക്കെ, നിറയെ വെറൈറ്റീസ് വാട്ടർമെലൺ ഉണ്ട്. നമുക്ക് മഞ്ഞ കളറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പിങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓറഞ്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ചില വെറൈറ്റീസ് ബ്ലൂവിലുണ്ടെന്നോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളിൽ റെഡ് കളറിലുണ്ട്. അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് വാട്ടർമെലൺ ഉണ്ട്. അതിനൊക്കെ വേറെ വേറെ പേരുകളാട്ടോ. പിന്നെ ഇന്ത്യയിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ചില വെറൈറ്റീസ് ഉണ്ട്. ഷുഗർ ബേബി, ക്രിംസൺ, അതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഷുഗർ ബേബി, ക്രിംസൺ സ്വീറ്റ്, യെല്ലോ ക്രിംസൺ, പിന്നെ ഓറഞ്ചിലുണ്ട്, ബ്ലാക്ക് ഡയമണ്ട്, മൂൺ ആൻഡ് സ്റ്റാർസ്, ഇങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം ഒന്നും കണ്ടിട്ടില്ല. ഞാൻ മഞ്ഞ കണ്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ പിങ്ക് സാധാരണ, ഇത് ഇത്രയും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് വേറെ ആരെങ്കിലും ഇതിൻ്റെയൊക്കെ വേറെ വെറൈറ്റികൾസ് ഉണ്ടെങ്കിൽ അത് എഴുതി നിങ്ങൾ കമൻറ്റ് ചെയ്യുള്ളൂ.
അപ്പോൾ നമ്മുടെ വാട്ടർമെലന് ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ഭയങ്കര ചൂടാണ്, എല്ലാവരും വാട്ടർമെലൻ കഴിച്ചോളും. പക്ഷെ ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ഒരാളവില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 92% വാട്ടറാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഈ ചൂട് കാലത്ത് നമുക്ക് ഒഴിവാക്കി നിർത്താം വാട്ടർമെലൻ കഴിച്ചു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം ശരീരത്തെ തണുപ്പിക്കുന്ന ഒരു സാധനമാണ്. വാട്ടർമെലനിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമുക്കറിയാം നമ്മുടെ കണ്ണിന് ഏറ്റവും നല്ലൊരു സാധനമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ പറഞ്ഞപ്പോഴത്തേന്. അപ്പോൾ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് നമ്മൾ ഓൾഡ് ഏജിലൊക്കെ വരുന്ന ചില ഐ ഡിസോർഡേഴ്സിനൊക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷവാർത്ത തന്നെ നമ്മുടെ പിമ്പിൾസ് കുറയ്ക്കാൻ സഹായിക്കും. വെറുതെ നമ്മൾ ഇരിക്കുന്ന എന്താ പറയുക, അവിടെ എവിടെ പോയാലും ഈ സമയത്ത് വാട്ടർമെലൻ കാണും, വാങ്ങി പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവയ്ക്കും. എങ്ങനെ പിമ്പിൾസ് കുറയ്ക്കാൻ സഹായിക്കും? എൻ്റെ മോൾ അവിടെ തുറക്കുന്ന സൗണ്ടാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്ന ആകെപ്പാടെ അവിടെ ബഹളമായിരിക്കും. അപ്പം ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്. പിമ്പിൾസ് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ പിമ്പിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഒരു ഡീടോക്സിക്കേഷൻ നടക്കും. നമുക്ക് ഡീഹൈഡ്രേഷൻ നമ്മളെ തടയുന്നതോടുകൂടി അപ്പം നമ്മൾ കൂടുതൽ വെള്ളം നമ്മൾ ഉള്ളിൽ ചെല്ലല്ലേ, അപ്പം നമ്മുടെ അഴുക്കുകൾ പുറത്ത് കളയാനായിട്ട് ഇത് സഹായിക്കുന്നതിനാലാണ് ഇത് പിമ്പിൾസ് കുറയ്ക്കുന്നത്. പിന്നെ അതുമല്ല നമുക്ക് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് കൊളാജിൻ്റെ ഉൽപ്പാദനം കൂടുതലാക്കുകയും അങ്ങനെ നമ്മുടെ ആക്നെ മാർക്സ് ഒക്കെ കുറയ്ക്കും, നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാൻ സഹായിക്കും കേട്ടോ. അപ്പം അക്നെ മാർക്സും കുറയ്ക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങളായി, അക്നെ വരുന്നത് തടയുന്നുണ്ട്, അതുപോലെ അക്നെ മാർക്സും കുറയ്ക്കുന്നുണ്ട്. സന്തോഷമായില്ലേ വാട്ടർമെലൻ എടുക്കുന്നതോടുകൂടി? വാട്ടർമെലനുള്ള ലൈക്യൂപ്പിൻ ഒരു നമ്മുടെ സ്വെല്ലിങ് റെഡ്നെസ് ഒക്കെ കുറയ്ക്കും, ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യും. ലൈക്യൂപ്പിൻ എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊരു കരോട്ടിനൈസ്ഡ് ആൻറ്റി ഓക്സിഡൻറ്റ് പിഗ്മെൻ്റ് ആണ്. അത് വേണ്ടുപോലെ നമ്മുടെ ഇതിലുണ്ട്, വാട്ടർമെലനിലുണ്ട്. അപ്പോൾ അത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും കൂടെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ആക്നെ സ്ലോ ആവാൻ സഹായിക്കും, ഒരു കാംനെസ് കൊടുക്കും, അത് പെട്ടെന്ന് വരാതിരിക്കാൻ സഹായിക്കും. അങ്ങനെ നമ്മുടെ ആക്നെക്ക് നല്ലതാവും. അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഓയിൽ കൺട്രോൾ ചെയ്യും. ഇതൊരു ഡീഹൈഡ്രേഷന് കൂടുതൽ ഉപകരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ കൂടുതലായിട്ടുള്ള എന്താ പറയും ഓയിൽ പ്രൊഡ്യൂസ് കുറയ്ക്കും. അങ്ങനെ ഇതും എന്താ പറയുക നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടാവും. നമ്മൾക്ക് ഓയിൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴല്ലേ ആക്നെയൊക്കെ വരുന്നത്, അല്ല പിമ്പിൾസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതും കുറയ്ക്കാൻ സഹായിക്കും. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ടീനേജുകാർക്കും മിക്കവാറും ടീനേജിലൊക്കെയാണ് പിമ്പിൾസിന്. അപ്പോൾ ടീനേജുകാർക്ക് നല്ലൊരു ഡ്രിങ്കാണ് നമ്മുടെ വാട്ടർമെലൻ. എനിക്കത് ജ്യൂസാക്കി കുടിക്കുന്നതോട് വലിയ താല്പര്യമില്ല. നിങ്ങൾ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. വാട്ടർമെലൻ വേറൊന്നിനോട് ഉപകരിക്കും, നമ്മുടെ മസിൽ റിലാക്സേഷൻ എന്നല്ല, നമ്മുടെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മസിലൊരു വേദന വരില്ല, ആ വേദന മാറാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടും പറഞ്ഞ വാട്ടർമെലൻ ഉപകരിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെട്രിലിൻ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടെന്നുള്ളത്, അതൊരു അമിനോ ആസിഡ്സ് ആണ്. ഇതുള്ളത് കാരണം എന്ത് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തും. ആ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ രണ്ട് കാര്യങ്ങളുണ്ടാവും, നമ്മുടെ മസിലും ഇതാവും, അതിനോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ച് നിർത്താനും പറ്റും. അപ്പം വാട്ടർമെലൻ എന്ന് പറയുന്നത് ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. പക്ഷെ അത് എടുക്കേണ്ട രീതി, എപ്പോൾ എടുക്കണം, അത് എത്ര അളവിൽ കഴിക്കണം, ഇതൊക്കെ അതിനെ കൃത്യമായി ചെയ്താൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണഗണങ്ങൾ നമ്മൾ കിട്ടുള്ളൂ. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ആലോചിക്കണം, വാട്ടർമെലനൊക്കെ കഴിക്കുമ്പോഴത്തേനും അതിൽ ഓൾറെഡി ഷുഗർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫിസിഷ്യനെയോ ഡയബറ്റോളജിസ്റ്റിനെയോ ഒക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഫിസിഷ്യനൊക്കെ അഡ്വൈസ് ചെയ്യുന്നത് 3 പേരയ്ക്ക, പിന്നെ അതുപോലെ നമ്മുടെ ആപ്പിൾ, പപ്പായ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ അതിലൊന്നും പെടുന്നതല്ലല്ലോ നമ്മുടെ ഈ വാട്ടർമെലൻ. അപ്പം അതൊക്കെ എടുക്കാം, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്ര അളവിൽ എടുക്കാമെന്നൊക്കെ ഉള്ളത് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുക. അപ്പം ഇനിയും നമുക്ക് പ്രയോജനപ്രദമായ വീഡിയോ ആയിട്ട് റേച്ചൽ ഡയറീസ് എത്തുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ.